ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം നൽകുന്നവനാരോ അവനാണ് ശിവൻ. മഹാദേവൻ അല്ലെങ്കിൽ ശിവൻ എന്ന് വിളിക്കുന്ന മൂർത്തി ആത്യന്തികമായിട്ട് ബ്രഹ്മത്തിന്റെ ഒരു രൂപമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ശിവനായി തീരുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജന്മ കൈവല്യം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ശിവനെ തിരിച്ചറിയുക. അപ്പൊ ഭഗവാൻ നമ്മളോട് പറയുന്നത്, നീ ജലത്തിൽ നോക്കുകയാണെങ്കിലും വായുവിൽ നോക്കുകയാണെങ്കിലും അഗ്നിയിൽ നോക്കുകയാണെങ്കിലും ഭൂമിയിൽ നോക്കുകയാണെങ്കിലും ആകാശം നോക്കുകയാണെങ്കിലും ഇനി ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നോക്കുകയാണെങ്കിലും അവിടെയുള്ളത് ഞാൻ തന്നെയാണ്. നമസ്കാരം. യുവ പ്രഭാഷകനും മലയാളികൾക്ക് ഏറെ സുപരിചിതനുമായ ശ്രീ വ്യാസനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്തേ. നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ശിവഭഗവാനെ കുറിച്ച് പറയുമ്പോൾ, ശിവഭഗവാനെ കുറിച്ചിട്ട് പല തരത്തിലാണ് ഭക്തർക്കിടയിൽ ഒരു അഭിപ്രായങ്ങളുള്ളത്. അതായത് വൈരാഗ്യമാണെന്ന് പറയുന്നു, ഏറ്റവും ശാന്തസ്വരൂപനാണെന്ന് പറയുന്നു, ഏറ്റവും മൂർത്തിമത് ഭാവമാണെന്ന് പറയുന്നു, അഘോരിയാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ശിവൻ എന്നാൽ എന്താണ്, ആരാണ്? ശിവൻ എന്ന പദത്തിന്റെ തന്നെ അർത്ഥം മംഗളം ആണ്. ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം നൽകുന്നവനാരോ അവനാണ് ശിവൻ. നമ്മുടെ സനാതന ധർമ്മം അനുസരിച്ചിട്ട് ബ്രഹ്മത്തിന്റെ പല രൂപഭേദങ്ങളെ കുറിച്ച് പറയും. അപ്പം അതിൽ നമ്മുടെ ഒരു ധർമ്മത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഏകശിലാത്മകമായിട്ടുള്ളൊരു ധർമ്മമല്ല നമ്മുടേത്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂർത്തികൾ തിരഞ്ഞെടുക്കാനും അതിനെ ആരാധിക്കാനും അവരുടേതായിട്ടുള്ള ആരാധനക്രമങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന വലിയൊരു ധർമ്മമാണ് സനാതനധർമ്മം. അതിൽ തന്നെ മഹാദേവൻ അല്ലെങ്കിൽ ശിവൻ എന്ന് വിളിക്കുന്ന മൂർത്തി ആത്യന്തികമായിട്ട് ബ്രഹ്മത്തിന്റെ ഒരു രൂപമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതിലേക്ക് നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്ന ഗുണങ്ങളാണ് ഇപ്പം നേരത്തെ പറഞ്ഞ ഭഗവാൻ അഘോരിയാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ വൈരാഗ്യാണ്. ഇതൊക്കെ നമ്മൾ അതിന് ചാർത്തി കൊടുക്കുന്ന ചില ഗുണങ്ങളാണ്. യഥാർത്ഥത്തിൽ ഗുണമില്ലാത്ത, രൂപമില്ലാത്ത, മണമില്ലാത്ത, നാമമില്ലാത്ത ഏകമാത്ര സ്രോതസ്സായിട്ടുള്ള ബ്രഹ്മം, അത് തന്നെയാണ് ശിവൻ. ശിവനായി തീരുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജന്മ കൈവല്യം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ശിവനെ തിരിച്ചറിയുക. ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് ശിവൻ എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഇപ്പോൾ ശങ്കരാചാര്യസ്വാമികളൊക്കെ ശിവോഹം എന്നാണ് പറയുക. അതായത് ഞാൻ ശിവനാകുന്നു. ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യത്തെ നമ്മൾ ഇട്ട് വിളിക്കുന്ന ഒരു പേരുകളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു പേരാണ് ശിവൻ. ബാക്കിയൊക്കെ നമ്മൾ അതിൻ്റെ അലങ്കാരങ്ങൾക്ക് വേണ്ടി നമ്മൾ ചാർത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഭഗവാൻ ഇതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ടുള്ള ഒരു മൂർത്തിയാണ്. അതുപോലെ തന്നെ ശിവഭക്തരെ സംബന്ധിച്ച് ജ്യോതിർലിംഗങ്ങൾ ദർശനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇതിൽ പലർക്കും ഒരു ആശയക്കുഴപ്പമാണ്, ശിവന്റെ ഇപ്പോൾ ജ്യോതിർലിംഗങ്ങളിൽ ഓരോന്നിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും ഗുണമേറിയത് ഏത്, അല്ലെങ്കിൽ ഏറ്റവും ശക്തിയേറിയത് ഏത്, അല്ലെങ്കിൽ ഏത് ക്രമത്തിലും ജ്യോതിർലിംഗം ദർശിക്കണം, അങ്ങനെയൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ചിലർ പറയും തില്ലയിലാണ്, ചിലർ പറയും അരുണാചലേശ്വരാണ്. അപ്പോൾ അതില് ജ്യോതിർലിംഗങ്ങളെ ക്രമങ്ങളുണ്ടോ? അങ്ങനെ ഭഗവാനെ നമ്മൾ സാർവത്രികമായിട്ട് കാണുന്ന സമയത്ത് എല്ലാത്തിലും ഭഗവാനെ കാണാനാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലേ? അപ്പം അതിൻ്റെ ഒരു രൂപഭേദമാണ് ഈ പഞ്ചഭൂത ലിംഗങ്ങൾ അല്ലെങ്കിൽ ജ്യോതിർലിംഗങ്ങൾ നമ്മൾ വിളിക്കുന്നത്. 5 ഭൂതങ്ങളിൽ ഭഗവാനെ കാണുക. ആ 5 ഭൂതങ്ങൾ അല്ലാത്തൊരു വസ്തു ഉണ്ടെങ്കിൽ അതിലും ഭഗവാനെ കാണാമെന്നാണ് പറയുക. അപ്പം അതിലിപ്പോൾ തുടങ്ങുമ്പോൾ ഏകാംബരേശ്വരൻ തൊട്ടിട്ട് ചിദംബരം വരെ, പിള്ളൈ വരെയുള്ള 5 ജ്യോതിർലിംഗങ്ങളെ കുറിച്ച് പറയും. അതിൽ ഭൂമി തത്വത്തിലുള്ള ലിംഗമാണ് ഏകാംബരേശ്വരനായിട്ടിരിക്കുന്നത്. ജലരൂപത്തിലുള്ള ലിംഗമാണ് തിരുവാനൈക്കാവൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. വായു രൂപത്തിലുള്ള ലിംഗമാണ് ശ്രീകാലഹസ്തിയിലുള്ളത്. അഗ്നിസ്വരൂപമാണ് അരുണാചലം. ആകാശമാണ് ചിദംബരം. ഇതിൽ ഏത് വലുത് ഏത് ചെറുത് എന്ന് പറയാനുള്ള ഒരു അർഹതയും നമുക്കില്ല. എല്ലായിടത്തും ഉള്ളത് ആത്യന്തികമായിട്ട് ഭഗവാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഓരോ സ്ഥലത്തും ഭഗവാന്റെ രൂപഭേദങ്ങൾക്കനുസരിച്ച് താല്പര്യമുള്ള ആളുകളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് അവർ ഭഗവാനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. ചിലർക്ക് നടരാജനായിട്ടുള്ള പിള്ളയിലിരിക്കുന്ന ചിദംബരേശ്വരനെ കാണാനായിരിക്കും കൂടുതൽ താല്പര്യം. ചിലർക്ക് അഗ്നിസ്തംഭമായിട്ട് വന്നിട്ടുള്ള അരുണാചലേശ്വരനായിരിക്കും താല്പര്യം. അത് വ്യക്തി കേന്ദ്രീകൃതമാണ്. അതിലേതെങ്കിലും വലുത് ഏതെങ്കിലും ചെറുത് എന്ന് പറയാനുള്ള ഒരു അർഹതയും ഭഗവാൻ നമുക്ക് തന്നിട്ടില്ല. എല്ലായിടത്തും ഉള്ളത് ആത്യന്തികമായിട്ട് ഭഗവാനാണ്. ഒരു ചെറിയ കാര്യം പറഞ്ഞ അവസാനിപ്പിക്കുക. ഇപ്പോൾ ചിദംബരത്ത് ഭഗവാന്റെ ആ നടരാജ ശില്പത്തിന്റെ അടുത്തായിട്ടുള്ള ഒരു തിരശ്ശീലയുണ്ട്. ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് എന്താന്ന് അറിയില്ല. അതിനെ നമ്മൾ ചിദംബര രഹസ്യം എന്ന് പറയും. ചില സമയത്ത് അത് ആ ഒരു തിരശ്ശീല മാറ്റി അവിടെ ആരതി വഴി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് സ്വർണത്തിൻ്റെ ഒരു വില്ലുമാല മാത്രമേ അവിടെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ ഒരു വിഗ്രഹമോ ഒന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന അതിൻ്റെ അപ്പുറത്ത് എന്തോ ഉണ്ടെന്നാണ്, പക്ഷെ അവിടെ ഒരു മാല മാത്രമാണ് കാണുന്നുള്ളൂ. അപ്പോൾ ഭഗവാൻ നമ്മളോട് പറയുന്നത്, നീ ജലത്തിൽ നോക്കുകയാണെങ്കിലും വായുവിൽ നോക്കുകയാണെങ്കിലും അഗ്നിയിൽ നോക്കുകയാണെങ്കിലും ഭൂമിയിൽ നോക്കുകയാണെങ്കിലും ആകാശം നോക്കുകയാണെങ്കിലും ഇനി ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നോക്കുകയാണെങ്കിലും അവിടെയുള്ളത് ഞാൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമാണ് ഭഗവാൻ കൂടുതലായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാതെ എല്ലാത്തിലും ഭഗവാനെ കാണാനാണ്. ഈ ചരാചരങ്ങളിൽ ശിവനല്ലാത്ത ഒന്നുമില്ല
എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് വേണ്ടത്. അത് ആദ്യം ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഓരോ ഭൂതങ്ങളിലും ഭഗവാനെ കണ്ട് ഒന്നിലും ഇപ്പൊ അതൊന്നും ഈ ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ലാതെ ഭഗവാനെ കാണാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം, നമ്മുടെ ആത്മാവ് ശിവനാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ശിവന്റെ ആരാധനാക്രമങ്ങളിലെ ശൈവ ആരാധന നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസം, ഉത്തരേന്ത്യയിൽ ആരാധിക്കുന്ന ഒരു രീതിയിലല്ല നമ്മുടെ ഇവിടെ ആരാധിക്കുന്നത്. അപ്പം ആരാധനകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ശിവനെ പറഞ്ഞ പോലെ അഘോരികൾ ആരാധിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അപ്പം ശിവൻ എല്ലാം സ്വീകരിക്കുന്നവനാണ് എന്നുള്ളതാണ് നമ്മളതിന് പറഞ്ഞു വെക്കുന്നൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ തികച്ചും ഒരു ബ്രാഹ്മണിക്കൽ രീതിയിൽ ആരാധിക്കുമ്പോൾ മത്സ്യമാംസാദികൾ വർജിച്ചാണ് ആരാധിക്കുന്നത്. പക്ഷേ മറ്റൊരു രീതിയിൽ ആരാധിക്കുമ്പോൾ അവിടെ മാംസവും മദ്യവും എല്ലാം നിവേദിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്? ശിവന്റെ ആരാധനാ രീതികളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രണ്ട് ഭിന്ന ധ്രുവങ്ങളിൽ നിന്നുകൊണ്ടാണ് രണ്ട് തരത്തിൽ ഭക്തരെ ആരാധിക്കുന്നത്. അപ്പം അതിൽ ഏത് ശരി ഏത് തെറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും? നോക്കൂ, എല്ലാ മനുഷ്യരും ഡിഫറെൻ്റ് ആണ്. ഓരോ ആളുകളും ഓരോ രീതിയാണ്. പൊതുവിൽ 3 ഗുണങ്ങളായിട്ട് നമ്മൾ പറയാറുണ്ട്: രാജസികം, സാത്വികം, താമസികം. ഈ 3 ഗുണങ്ങളിൽപ്പെട്ട ഒരാളാണ് പൊതുവിലുള്ളതെന്നാണ് പറയുക. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ആരാധനാ രീതികൾ അവർ സ്വീകരിക്കും. സാത്വിക ഗുണമുള്ള ആളുകൾ ആ രീതിയിലുള്ള ആരാധനാ രീതി സ്വീകരിക്കും. രാജസികമായിട്ടുള്ളവർ അത് സ്വീകരിക്കും. താമസികമായിട്ടുള്ളത് അത് സ്വീകരിക്കും. ഏത് പാതയിലൂടെ പോയാലും ആത്യന്തികമായിട്ട് എത്തേണ്ടത് ഒരു സ്ഥലത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രീതി മാത്രമാണ് ശരി എന്ന രീതിയിലേക്ക് നമുക്ക് വാശി പിടിക്കാനും സാധിക്കില്ല. നമ്മുടെ ധർമ്മം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വഴികൾ ഈ ധർമ്മത്തിലുണ്ട്. ഞാൻ പോകുന്ന ഒരു വഴി തന്നെ മാത്രമാണ് ശരി, എൻ്റെ പുറകെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടുമെന്ന് നമുക്ക് സനാതന ധർമ്മത്തിൽ പറയാൻ സാധിക്കില്ല. ഒരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ പുറകെ പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. വേറൊരു ഗുരു ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ടാവും. മറ്റൊരാളുണ്ടായിരിക്കും, അദ്ദേഹത്തിന് അയാളുടെ സമ്പ്രദായം ഉണ്ടായിരിക്കും. ചിലപ്പോൾ സ്ത്രീക്കും പുരുഷനും വേറെ സമ്പ്രദായങ്ങളുണ്ടായിരിക്കും. ദേശകാലാടിസ്ഥാനത്തിൽ മാറ്റങ്ങളുണ്ടായിരിക്കും. പക്ഷെ ആത്യന്തികമായിട്ട് ഇതൊക്കെ തന്നെ പുരുഷാർത്ഥങ്ങളായിട്ടുള്ള ധർമാർത്ഥ കാമോക്ഷങ്ങളിലേക്കുള്ള പല വഴികളാണ്. അതിലേറ്റവും അവസാനമുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മോക്ഷം എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭഗവാനായി തീരുക, അല്ലെങ്കിൽ ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു ജീവിത രീതിക്കനുസരിച്ച്, നമ്മുടെ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും രീതിക്കനുസരിച്ച് നമുക്കിഷ്ടമുള്ള, നമ്മൾ പെട്ടെന്ന് കണക്റ്റഡ് ആവുന്ന രീതി നമുക്ക് സ്വീകരിക്കാം. നേരത്തെ പറഞ്ഞ ജ്യോതിർലിംഗങ്ങളിൽ വായുലിംഗം ഉള്ള സ്ഥലത്ത് അവിടെ ഭഗവാനെ കണ്ണപ്പ നയനാർ എന്ന് പറയുന്ന ഒരാളാണ് ആരാധിച്ചിരുന്നത്. അദ്ദേഹം ഒരു വനവാസിയായിരുന്ന ആളായിരുന്നു. അദ്ദേഹം ഒരു വേട്ടക്കാരനായിരുന്നു. അദ്ദേഹത്തിന് പറ്റുന്ന തരത്തിലുള്ള നേദ്യവസ്തുക്കൾ, ചിലപ്പോൾ അദ്ദേഹം വേട്ടയാടി കൊണ്ടുവന്ന മാംസമൊക്കെ ആയിരിക്കും ഭഗവാനെ നേദിച്ചിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ രീതിയാണ് എന്ന് കരുതിയിട്ട് ഇതാണല്ലോ എല്ലായിടത്തും ശരിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറ്റൊരു സ്ഥലത്ത് ഭഗവാന് സാത്വികമായിട്ടുള്ള ആരാധനകൾ നടത്താം. ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെയും ചേർന്ന് നിൽക്കുന്നതാണ് സനാതന ധർമ്മം. ഇതൊന്നു മാത്രമാണ് ശരി എന്ന് പറയുന്ന രീതിയല്ല ഇവിടെ ഉള്ളത്. എല്ലാത്തിനെയും ചേർത്ത് വെച്ചുകൊണ്ട് അതിലൂടെയൊക്കെ തന്നെ നേടേണ്ടത് ഒരൊറ്റ ലക്ഷ്യമാണ് എന്ന് പറയുന്നതാണ് സനാതന ധർമ്മം. അത് ഏറ്റവും കൂടുതൽ പ്രകടമാക്കുന്ന മൂർത്തികളിൽ ഒരാളാണ് ശിവൻ. ഇതിപ്പോൾ ശിവന് മാത്രമല്ല, ഭഗവതിക്ക് ഇതേ രീതി ഉണ്ടല്ലോ. ചിലയിടത്ത് വളരെ സാത്വികമായിട്ടുണ്ടാവും, ചിലപ്പോൾ വളരെ താമസികമായിട്ടുള്ള, ചിലയിടത്ത് ബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് തെറ്റ് ഒന്ന് ശരി എന്ന് പറയാനുള്ള ജ്ഞാനം നമുക്ക് ആർക്കും തന്നെ ഉണ്ടാവുന്നില്ല. ഭഗവാനാണ് തീരുമാനിക്കേണ്ടത്. ആത്യന്തികമായിട്ട് അതിലൂടെ ഭഗവാനെ അറിയുക എന്നുള്ള പ്രോസസ്സായിരിക്കും നടക്കുക എന്നുള്ളത് മാത്രം. അതുപോലെ തന്നെ നമ്മൾ കാളി സങ്കല്പത്തെ കുറിച്ച് പറയുമ്പോൾ 2 അഭിപ്രായങ്ങൾ പറയുന്നത്. മഹാദേവന്റെ പുത്രിയാണ് കാളി എന്ന് പറയുന്നത്. അതായത് കാളി ദാരിക നിഗ്രഹത്തിന് ശേഷം വരുമ്പോൾ ഭഗവാൻ മാർഗമധ്യേ കോപം ശമിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീ പരമേശ്വരിയുടെ അംശമായിട്ടുള്ള ഒരു ഭാഗമാണ് കാളി എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കാളി പുത്രിയാണോ അതോ അർദ്ധാംഗിനിയാണോ എന്നുള്ളതാണ്. 2 സങ്കല്പങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞതനുസരിച്ച്. ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ളൊരു സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മത്തിൽ, ഞാൻ എല്ലായിടത്തും പറയാറുള്ളതാണ്, നമ്മുടെ ധർമ്മം ഒരു ഏകശിലാത്മകമല്ല. ഞാൻ പറഞ്ഞല്ലോ, അതിൽ തന്നെ ഈ ബ്രഹ്മബോധമാണ് നമ്മുടെ ധർമ്മം എപ്പോഴും ഉദ്ഘോഷിക്കുന്ന സിദ്ധാന്തം. അതായത് അദ്വൈതം, എല്ലാത്തിനുള്ളത് ഒരു ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിന് നമുക്കിഷ്ടമുള്ള പേരുകൾ നമ്മൾ വിളിക്കുക ചെയ്യുക. അപ്പം അതിനെ കുറച്ചുകൂടെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മത്തിന് 2 ഭാവങ്ങൾ പ്രധാനമായിട്ടും കൽപ്പിച്ചിട്ടുള്ളത്. ഒന്ന് പുരുഷനെന്നും ഒന്ന് പ്രകൃതി എന്നും. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന ശിവപാർവതി, അല്ലെങ്കിൽ രാധാകൃഷ്ണൻ, അല്ലെങ്കിൽ സീതാരാമൻ, വള്ളി ദേവസേന സമേതനായിട്ടുള്ള മുരുകൻ, ഇതൊക്കെ ഇതിൻ്റെ ഭാവങ്ങളാണ്, പ്രകൃതിയും പുരുഷനും എന്നുള്ളതാണ്. ആ പ്രകൃതി പുരുഷ സങ്കല്പങ്ങളിൽ പെട്ടത് തന്നെയാണ് ഈ കാളി അല്ലെങ്കിൽ ശിവൻ എന്ന് വിളിക്കുന്ന 2 രീതികൾ. അതിൽ കേരളീയ സമ്പ്രദായത്തിലാണ് നേരത്തെ പറഞ്ഞ പുത്രി സങ്കല്പത്തിന് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളത്. അത് 2 രീതിയാണ്.
ഒന്ന് ഈ പരാശക്തിയുടെ ഏറ്റവും താമസികമായിട്ടുള്ള ഗുണങ്ങളിൽ പെട്ടിട്ടുള്ള ഒന്നായിട്ടാണ് ഭദ്രകാളിയെ കാണുന്നത്. തമോ ഗുണത്തിൻ്റെ പ്രതീകമായിട്ടുള്ളൊരു മൂർത്തിയാണ്. ആ ദേവി കേരളത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് ദേവി ഭഗവാന്റെ കണ്ടത്തിൽ നിന്ന് ഉണ്ടായി എന്നൊരു ഭേദം പറയും, അല്ലെങ്കിൽ ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് ജനിച്ചു എന്നൊരു ഭേദം പറയും. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ പുത്രി സങ്കല്പത്തിൽ ആരാധിക്കുന്നത്. അത് ഭദ്രകാളിയാണ്. നേരെ മറിച്ച് നമുക്ക് ഭഗവതിയുടെ വളരെയധികം, ഇപ്പോൾ ശ്രീപാർവതിയുടെ ഏറ്റവും താമസികമായിട്ടുള്ള രൂപം ഇപ്പോൾ നോക്കൂ, മഹാഗണപതിയുടെ കൊമ്പ് ഈ പറയുന്ന പരശുരാമൻ എറിഞ്ഞു വീഴ്ത്തുന്ന സമയത്ത് ദേവി അത്യധിക കോപാവസ്ഥയിലേക്ക് മാറുകയും ദേവി കാളിയായിട്ട് മാറുകയും ചെയ്യുന്നു. ആ പാർവതി ദേവിയുടെ കാളിയാവസ്ഥയെ നമ്മൾ പൊതുവിൽ മഹാകാളി എന്ന പേരിലാണ് വിളിക്കുക. ഭദ്രകാളി എന്ന് വിളിക്കുന്നത് ഭഗവാന്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട ഭഗവാന്റെ മകളുടെ സ്ഥാനമുള്ള ഒരാളാണ്. ആ ഭദ്രകാളിയാണ് വീരഭദ്രനെ സഹായിക്കാനായിട്ട് ദക്ഷയാഗ സമയത്തൊക്കെ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഈ 2-3 കഥകളൊക്കെ പറയുമെങ്കിലും ആന്തരികമായിട്ട് അതൊക്കെ മനസ്സിലാക്കേണ്ടത് പ്രകൃതി പുരുഷ ഐക്യമാണ്. അപ്പോൾ വീരഭദ്രനും ഭദ്രകാളി എന്ന് പറയുന്നത് അത് പ്രകൃതിയും പുരുഷനുമാണ്. മഹാകാളിയും മഹാകാലനും എന്ന് വെച്ചാൽ മഹാദേവനും ശ്രീപാർവതി എന്ന് വിളിച്ചാലും പ്രകൃതി പുരുഷ ഐക്യമാണ്. അപ്പോൾ സങ്കല്പങ്ങളിലൂടെയൊക്കെ ഉള്ള വഴിയിലൂടെ ആത്യന്തികമായിട്ട് ഈ പ്രകൃതി പുരുഷ ഐക്യം, നമ്മുടെ ചക്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കുണ്ഡലിനിയിലിരിക്കുന്ന 3 ചുറ്റിലുള്ള ശക്തി സഹസ്രാരത്തിലിരിക്കുന്ന ശിവനുമായിട്ട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് സമാധ്യാവസ്ഥ എന്ന് പറയുന്നത്. ആ സമാധ്യാവസ്ഥയുടെ പ്രതീകമാണ് ശിവനെയും പാർവതിയും രാധയും കൃഷ്ണനെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് ആയിത്തീരുക എന്നുള്ളതാണ്. അതിനുവേണ്ട ശ്രമമാണ് സനാതന ധർമ്മത്തിൽ പല മാർഗ്ഗങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു മാർഗ്ഗമാണ് ഈ ഭദ്രകാളി അല്ലെങ്കിൽ മഹാകാളിയെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ കാണുന്നത്.